വേദനയിൽ പരിശോധനയിൽ ക്ലേശങ്ങളിൽ കൊടുങ്കാറ്റുകളിൽ അലയടിച്ചുയരും ആഴിൻ നടുവിൽ അവൻ എന്നെ നടത്തിയിടുന്നു. ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തിടുവൻ ഗിരിയിൽ, ഉയരത്തിൻ നാഥൻ യഹോവ അവൻ എന്നെ നടത്തിയിടുന്നു. ഉയരത്തിൻ നാഥൻ യഹോവ അവൻ എന്നെ നടത്തിയിടുന്നു. മാറുകില്ല അവൻ എന്നെ വിളിച്ചതിനാൽ, കൈവിടുകില്ലിനി ഒരു നാളിലും. മാറ്റമില്ലാത്ത വാക്കുമാറാത്ത വാഗ്ദത്തമുണ്ടെനിക്ക്, മാറ്റമില്ലാത്ത വാക്കുമാറാത്ത വാഗ്ദത്തമുണ്ടെനിക്ക്. ഓ ഞാൻ എൻ്റെ കണ്ണുകളെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. നല്ലൊരു പകൽക്കാലം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകുകയും മരുഭൂമിയിൽ ഓരോ ദിവസവും കർത്താവ് നമ്മെ ജയോത്സവമായി നടത്തുന്നു. പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലും പതറിപ്പോകാതെ അവൻ നമ്മെ വഴി നടത്തും. അവൻ നമ്മെ വിളിച്ചവനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്, അവൻ്റെ വാഗ്ദത്തം നമുക്കുണ്ട്. ശോധനയിലും പരിശോധനയിലും പ്രതികൂലങ്ങളിലും പതറാതെ കർത്താവിനെ ധൈര്യത്തോടെ സേവിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദിവസത്തിൽ വീണ്ടും വന്ദനങ്ങളെ അറിയിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ കഴിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോടും പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള വാക്യങ്ങളിൽ കുറച്ചുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആ വിഷയം സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. നമ്മുടെ അവകാശമാണ് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുവാൻ. മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ അവകാശമാണ്. ശിക്ഷിക്കുന്നില്ലെങ്കിൽ അത് പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ് എന്നാണ് വാക്യത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. ശിക്ഷയും ശാസനയും ആവശ്യമില്ലാത്ത ഒരു ജീവിതമില്ല. ദൈവത്തിന് സ്തോത്രം. നാം ട്രെയിൻ ചെയ്ത് നമ്മെ മുൻപോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. ഏത് പ്രസ്ഥാനത്തിലും ഏത് സാഹചര്യത്തിൽ ആയിരിക്കുന്നവർക്കും ഒരു ശിക്ഷ, ഒരു ശാസന, ഒരു പഠനം മുൻപോട്ട് പോകുവാൻ എപ്പോഴും കരുത്ത് നൽകും. ദൈവത്തിന് സ്തോത്രം. നീ വിശ്വാസത്തിൽ എത്ര വളർന്നവനായാലും എത്ര ആത്മീയമായി മുൻപോട്ട് വന്നാലും
ക്രിസ്തുവാകുന്ന തലയോളം വളർന്നു എന്നൊരു പക്ഷേ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ആരും പറയരുത്, പറഞ്ഞിട്ടില്ല. അങ്ങനെ അങ്ങ് വളരെ ആത്മീയമായി പ്രാഗൽഭ്യം തോന്നിയാലും ശരി, പിന്നെയും പിന്നെയും നിന്നെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ടതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വ്യക്തികളായി മാത്രമല്ല, കൂട്ടമായും ദൈവം ചിലപ്പോൾ നമ്മെ ശാസിച്ചെന്നിരിക്കും. ഇത് സദൃശ്യവാക്യത്തിലെ ഒരു ഉദ്ധരണിയാണ് ആ വാക്യം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിൽ ശലോമോൻ പ്രസ്താവിക്കുന്ന ഒരു വചനമാണ്. 3:11 മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയിൽ മുഷികയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോടെന്ന പോലെ യഹോവ തന്നെ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. കണ്ടോ, ശിക്ഷയുടെ അടിസ്ഥാനം എന്താണ്? അത് സ്നേഹമാണ്. അത് ഇഷ്ടപുത്രനോട് ദൈവം കാണിക്കുന്ന സ്നേഹമാണ്. ശാസന, ശിക്ഷണം, ഇതൊക്കെ ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ ദൈവിക ശിക്ഷ, ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ അനേകരുണ്ട്. പഴയ നിയമത്തിൽ വളരെ ആളുകളുണ്ട്. ദാവീദ് കർത്താവിൻ്റെ ശിക്ഷ, ദൈവത്തിൻ്റെ ശിക്ഷ വാങ്ങി. ഹിസ്കിയാവ് ദൈവത്തിൻ്റെ ശിക്ഷ വാങ്ങി. പിന്നെ നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ജനം മുഴുവനും ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയവരാണ്. 2 ശമൂവേൽ 15:16, 23:5 ദാവീദിൻ്റെ ശിക്ഷ നമുക്ക് കാണാം. ദാവീദിന് കിട്ടിയ ശിക്ഷ. അതുപോലെ ഹിസ്കിയാവിന് യെശയ്യാപ്രവചനം 29:5 മുതലുള്ള വാക്യങ്ങളിൽ അവന് ലഭിച്ച ശിക്ഷ നമുക്ക് കാണാം. ഇസ്രായേൽ മക്കൾക്ക് നിരവധി ശിക്ഷണം നമുക്കറിയാമല്ലോ. ആവർത്തന പുസ്തകം 11:2, 2 ദിനവൃത്താന്തം 16:26 ഇസ്രായേലിന് ലഭിച്ച ശിക്ഷ നമുക്ക് കാണാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നു, തന്നെ സ്നേഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശിക്ഷ വരുമ്പോൾ ദൈവം നമ്മെ അംഗീകരിക്കുന്നില്ലേ? ദൈവം നമ്മളെ ഇങ്ങനെ എന്താണ് ചെയ്യുന്നത്? ഇത്രയും ശിക്ഷയ്ക്ക് ഞാൻ യോഗ്യനാണോ? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ തീർന്നോ എന്നൊക്കെ ഓർത്ത് പലപ്പോഴും ദൈവവേദലേ നീ വിഷമിച്ച് പോകാറില്ലേ? നീ മടുത്തു പോകാറില്ലേ? എന്നാൽ ദൈവം ശാന്തമായി പറയുന്നത്, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? കർത്താവിൻ്റെ യഹോവയുടെ ശിക്ഷ നിരസിക്കരുത്, അവൻ്റെ ശാസനയിൽ നീ മുഷികയും അരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ ഇഷ്ടപുത്രനോട് എന്ന പോലെ, ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്ന് നാം വായിക്കുന്നു. യോബിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ, യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. അത് യോബ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. മുറിവ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ്, വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, സകല നഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. അനുഭവത്തിൽ നിന്നാണ്. കഷ്ടതയുടെ കാര്യവും ശിക്ഷയുടെ കാര്യവും ദൈവത്തിൽ ധാരാളമുണ്ടല്ലോ. അത് എവിടെ പറഞ്ഞാലും നാം ആദ്യം ഓർക്കുന്നത് യോബിൻ്റെ അനുഭവം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. യോബ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. യോബിനെ
ദൈവം ശിക്ഷിച്ചതിൻ്റെ വിധങ്ങളെ പറ്റിയൊക്കെ നാം ലഘുവായി മുൻപ് ചിന്തിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി സമയമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ വ്യക്തിപരമായും കുടുംബമായും കൂട്ടമായും ദൈവം ചിലപ്പോൾ ശിക്ഷിച്ചെന്നിരിക്കും. ചിലപ്പോൾ സഭയെ മൊത്തമായും ശാസിച്ചെന്നിരിക്കും. ദൈവപൈതലെ, ദൈവം നിന്നെ ശാസിക്കുമ്പോൾ എനിക്ക് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നീ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചു പോയേക്കാം. കാരണം കൂടാതെ അവൻ ആരെയും ശാസിക്കുന്നില്ല എന്ന് നീ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടോ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാം. കർത്താവിനോട് നമുക്ക് ചോദിക്കാമല്ലോ. അവൻ ശാന്തമായി തൻ്റെ സമാധാനം നൽകി ആശ്വസിപ്പിക്കും, ധൈര്യപ്പെടുത്തും, നമ്മെ ബലപ്പെടുത്തും. നല്ല കർത്താവാണ്. കാരണം കൂടാതെ അവൻ ആരെയും ശാസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശാസനയിടുന്നുകം ഭാരമായി തോന്നുന്നുണ്ടോ? ഭാരമായി തോന്നുന്നെങ്കിൽ അടുത്ത ചില കാര്യങ്ങൾ അവരെക്കുറിച്ചുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ നുകത്തിൻ്റെ കീഴിൽ അവനോട് ചേർന്ന് അവൻ്റെ അമിക്കയറിന് ഏൽപ്പിച്ചു കൊടുത്ത് പൂർണ്ണമായി സമർപ്പിക്കാം. അതെ, അവൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയും വരുത്. ജീവിതത്തിൽ പരിശോധനയിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ കർത്താവിനോട് ചേർന്നിരിക്കുവാനും ദൈവം അപ്പൻ എന്നവണ്ണം നമ്മെ ശിക്ഷിക്കുന്നുവെന്ന് അറിയുവാനും അതിനുള്ള അവകാശം അവനുണ്ടെന്നും അവൻ കൊള്ളാവുന്നവനായി തെളിയേണ്ടതിനാണെന്നും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്നും നമ്മെ ശോധന ചെയ്യുന്ന ശുദ്ധീകരിക്കുന്ന ഒരു നല്ല പിതാവുണ്ടെന്ന് ഗ്രഹിപ്പാനും അത് മുഖാന്തരം ഇടയാവട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവന് ശാസിക്കുമ്പോൾ മുഷിയമരുത് എന്ന വചനം ഞങ്ങൾ ചിന്തിച്ചല്ലോ. നീ നൽകുന്ന ശിക്ഷ അത് നന്മയ്ക്ക് വേണ്ടി എന്നറിഞ്ഞ് ശാന്തമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുപ്പാൻ കൃപ ചെയ്താട്ടെ. കർത്താവേ, യോബ് കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്ന പ്രതീക്ഷയോടെ കർത്താവിനോട് ചേർന്നിരുന്നതുപോലെ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെ കർത്താവിനോട് അടുത്ത് നിൽപ്പാൻ എൻ്റെ ജനത്തിന് കൃപ ചെയ്യണമേ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പ്രതിശോധനയുടെ നടുവിൽ എൻ്റെ ദാസനായ പൗലോസിനോട് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ കൃപയിൽ ആശ്രയിച്ച് കഷ്ടതയെ അതിജീവിപ്പാൻ, ശോധനയെ അതിജീവിപ്പാൻ ജനത്തിന് കൃപ നൽകണം. എൻ്റെ സ്ഥലം തലകളെ മണക്കി നിലവരെയും ദൈവം അനുഗ്രഹിക്കണം. പ്രശ്നങ്ങളിൽ പതറിപ്പോകാതെ വിശ്വാസത്തിൽ നിലനിർത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ നൽകിയാട്ടെ. എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകിയാട്ടെ. അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.